ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടത്തി കാണിക്കൂ, നിങ്ങൾ അറബിക്കടലിൽ പതിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ ഈ വെല്ലുവിളി ആരും മറന്നിട്ടില്ല. അതാത് സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് ചട്ടം. കേന്ദ്ര സർക്കാരിന്റെ പിടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമർന്നതിനു പിന്നാലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും EVMകൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം BJPയുടെ കള്ളക്കളി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കർണാടകയും പഞ്ചാബും അവരുടെ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി പഞ്ചാബ് മുനിസിപ്പൽ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അടപടലം പൊട്ടിയിരിക്കുകയാണ്. ഒരു പ്രാദേശിക പാർട്ടിയുടെ അത്രയും പോലും വോട്ട് പിടിക്കാൻ BJPക്ക് സാധിക്കാതെ പോയി. കാരണം ഒന്നു മാത്രം, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ബാലറ്റ് പേപ്പറിലായിരുന്നു. അതാണ് BJP പൊട്ടാൻ കാരണം. പഞ്ചാബിലെ മുനിസിപ്പൽ വാർഡുകളിൽ 45% സീറ്റുകളിൽ വിജയം നേടി ആം ആദ്മി പാർട്ടി കരുത്ത് കാട്ടിയപ്പോൾ കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പഞ്ചാബ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ അനുസരിച്ച് ആകെ 1977 വാർഡുകളിൽ 886 എണ്ണത്തിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു കഴിഞ്ഞു. 397 വാർഡുകളിൽ ജയിച്ചെത്തിയ കോൺഗ്രസ് ആണ് രണ്ടാമത്. 251 വാർഡുകളിൽ സ്വതന്ത്രർ മൂന്നാമതെത്തി. ശിരോമണി അകാലിദൾ 191 വാർഡുകളും വിജയിച്ചു. BJP ആകട്ടെ 167 വാർഡുകളിലേക്ക് ചുരുങ്ങി. BSPക്ക് 7 മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. BJPയുടെ ശക്തി കേന്ദ്രമായ പത്താൻകോട്ടിലെ 50 വാർഡുകളിൽ 23 ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു. കോൺഗ്രസ് 12 വാർഡിലും ജയിച്ചപ്പോൾ BJP 8 വാർഡുകളിലേക്ക് ഒതുങ്ങി. മൊഹാലിയിലും AAP ആധിപത്യം നേടി. 35 സീറ്റുകളിൽ 20ലും AAP ജയം കണ്ടെത്തി. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അടുത്ത വർഷം ആദ്യം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP ക്ലച്ച് പിടിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. മൊഹാലി, ബെതിന്ദ, അബോഹർ, ബർണാല, കപൂർത്തല, മോഗ, ബറ്റാല, പത്താൻകോട്ട് എന്നീ 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 1897 വാർഡുകൾ ഉൾപ്പെടെ 102 മുനിസിപ്പൽ ബോഡികളിലേക്കും മൊഹാലി, ബെതിന്ദ, അബോഹർ, ബർണാല, കപൂർത്തല, മോഗ, ബറ്റാല, പത്താൻകോട്ട് എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 1897 വാർഡുകൾ ഉൾപ്പെടെ 102 മുനിസിപ്പൽ ബോഡികളിലേക്കും 75 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും 19 നഗർ പഞ്ചായത്തുകളിലേക്കും മെയ് 26-നാണ് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്. 63.94% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആകെ 1977 വാർഡുകളിൽ 80 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7554 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം അവസാനം പഞ്ചാബിലെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും BJP അടപടലം തൂത്തെറിയപ്പെട്ടിരുന്നു. 22 ജില്ലാ പരിഷത്തുകളിലെ 347 സോണുകളിലേക്കും 183 പഞ്ചായത്ത് സമിതികളിലെ 2838 സോണുകളിലേക്കുമുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി നടന്ന തെരഞ്ഞെടുപ്പ് അന്നും ബാലറ്റിലാണ് നടത്തിയത്. 201 സീറ്റുകളിലും AAP സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന് 60 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചപ്പോൾ BJPക്ക് ജയിക്കാൻ സാധിച്ചത് വെറും 4 സീറ്റുകളിൽ മാത്രമാണ്. ശിരോമണി അകാലിദളിന് 39 സീറ്റുകളിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 10 സ്വതന്ത്രരും ഇവിടെ നിന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട്. AAP വിജയിച്ച 201 സോണുകളിൽ 22 സോണുകൾ ഹോഷിയാർപൂരിൽ നിന്നാണ്. അമൃത്സർ, പാട്യാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 19 സോണുകളിലും ഗുർദാസ്പൂരിൽ നിന്നുള്ള 15 സോണുകളിലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോൺഗ്രസ് വിജയിച്ച സോണുകളിൽ 8 ഗുർദാസ്പൂർ, ലുധിയാന എന്നീ പ്രവിശ്യകളിൽ നിന്നാണ്. ജലന്ധറിൽ നിന്ന് 7, ഫിറോസ്പൂർ, SBS നഗർ എന്നിവിടങ്ങളിൽ നിന്ന് 5 വീതം സീറ്റുകളും കോൺഗ്രസ് വിജയിച്ചു. അതേസമയം BJPക്ക് വിജയിക്കാനായത് കേവലം 4 സീറ്റുകളിൽ മാത്രമാണ്. ഈ 4 ഡിവിഷനുകളും പത്താൻകോട്ടിൽ നിന്നാണ്. 2697 സമിതികളിൽ 1494 അന്ന് AAP ആണ് വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് 567 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. ഇവിടെയും BJPക്ക് കനത്ത പരാജയമാണ് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് ആകെ 70 പേരെ മാത്രമാണ് വിജയിപ്പിക്കാൻ സാധിച്ചത്. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ 7 ഇരട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് കാണാം. ബാലറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒന്നാകെ ശ്രദ്ധ പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരുന്നു. പഞ്ചാബിൽ BJPക്ക് കാര്യമായ സ്വാധീനമില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ ത്രിപുരയിൽ വെറും ഒരു MLA എന്ന നിലയിൽ നിന്ന് വെറും 10 വർഷം കൊണ്ട് ആ സംസ്ഥാനം പിടിച്ചെടുത്ത BJP നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് BJP നടത്തിയ കൂട്ടുകച്ചവടമാണ് ഇന്നും ത്രിപുരയുടെ ജനവിധി തീരുമാനിച്ചതെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം രാജ്യത്തുണ്ട്. ആ ഗതി മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ടാകരുതെന്ന ചിന്തയിലാണ് പഞ്ചാബും കർണാടകയും ബാലറ്റിലേക്ക് മടങ്ങുമെന്ന് അറിയിച്ചത്. കർണാടകയിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാലറ്റിൽ നടക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ BJP എതിർപ്പുമായി എത്തിയിരുന്നു. പഞ്ചാബിലും സമാനമായ എതിർപ്പ് BJPയിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ വകവയ്ക്കാതെ തന്നെ ബാലറ്റ് പേപ്പറിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്.